Good afternoon. Good afternoon, ma'am. എന്ത് പറ്റിയായിരുന്നു മാം? കുറച്ച് ദിവസം കണ്ടില്ലായിരുന്നു. കണ്ടില്ലല്ലേ? 1 minute. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? കുറച്ച് ദിവസങ്ങളായിട്ട് മിസ്സിനെ കണ്ടായിരുന്നില്ലല്ലേ? അവധിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതാണ്. കുറെ ക്ലാസ് നമുക്ക് മിസ്സായി പോയി. കഴിയുമ്പോ നെക്സ്റ്റ് വീക്കും മിസ്സാവും അല്ലെ? വിഷു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് മിസ് എടുത്തുകൊണ്ടിരുന്നത്. അത് എത്രാമത്തെ വരെ നമ്മൾ എത്തി നിൽക്കുമ്പോൾ പറയൂ. ഇത്രയും നാളായതുകൊണ്ട് എവിടെയാണെന്നുള്ളത് കൺഫ്യൂഷൻ. Page number 53 ആണ്. Perspectives of quality അതൊക്കെ എടുക്കണ്ടേ? 53 ആണോ? ക്ലിയർ ആയില്ല. 53 മാഡം. 63 അല്ലേ? 53. ഓക്കെ, പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി മുതൽ എടുക്കണം. PDF കാണുന്നില്ല, അത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. 1 മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഷെയർ ചെയ്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഹെൽത്ത് കെയർ മാനേജർ തുടങ്ങിയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? മാം പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി മുതൽ ഇനി എടുക്കണം. ഓക്കെ ഓക്കെ, കമ്പോണൻസ് നമ്മൾ 9 പറഞ്ഞു നിർത്തി അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം. 2 അവർ മിസ്സായിരിക്കും കേട്ടോ. ഇന്ന് 2 അവർ മിസ്സായിരിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇടയ്ക്ക് ബ്രേക്ക് തരാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രോസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി എന്താണ്? സോറി, പെർസ്പെക്റ്റീവ്. പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ? പെർസ്പെക്റ്റീവ് എന്താണ് മീനിങ്?
എന്തായിരിക്കാം? കാഴ്ചപ്പാടുകൾ അല്ലെ. ഓക്കെ, ഓരോരുത്തരുടെയും പോയിന്റ് ഓഫ് വ്യൂ, അതിലുള്ള ക്വാളിറ്റിയെ കുറിച്ചുള്ള ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഹെൽത്ത് സ്റ്റാഫ്, health manager, clients and communities are all stakeholders in service delivery. Each of this group may hope for different things from health services. അതായത് ഇതാണ് ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരമുള്ള കെയർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഹെൽത്ത് സ്റ്റാഫ് ഉണ്ട്, ഹെൽത്ത് മാനേജർ ഉണ്ട്, ക്ലയൻസ് ഉണ്ട്, കമ്മ്യൂണിറ്റീസ് ഉണ്ട് അല്ലെ. ഇവരൊക്കെ സർവീസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പങ്കാളികളാണെന്നാണ് പറയുന്നത്. അപ്പൊ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകള് ഡിഫറെന്റ് ആണ് അല്ലെ. എന്റെ കാഴ്ചപ്പാടായിരിക്കില്ല വിദ്യക്കുള്ളത്, വിദ്യയുടെ കാഴ്ചപ്പാടായിരിക്കില്ല തൻസിക്കുള്ളത് അല്ലെ. ഓരോരുത്തരുടെയും ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഹെൽത്ത് കെയർ സ്റ്റാഫിന്റെ അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാഫിന്റെ കാഴ്ചപ്പാടുകളായിരിക്കില്ല ഈ മാനേജർക്കുള്ളത്, മാനേജറിന്റെ കാഴ്ചപ്പാടായിരിക്കില്ല ക്ലയൻസിനുള്ളത് അല്ലെ. ഓരോരുത്തരുടെയും ഡിഫറൻസ് ആണെന്നാണ് പറയുന്നത്. ഇനി നോക്കാം, ദ പേഷ്യന്റ് ഓർ ക്ലയന്റ്, അവരുടെ കാഴ്ചപ്പാട് എന്തൊക്കെയാണ്? ഗുണനിലവാരത്തെ കുറിച്ച്, ക്വാളിറ്റിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തൊക്കെയാണെന്ന് നോക്കാം. റിസർച്ച് ഡൺ ഇൻ different parts of the country reveals that our patients or clients required service that are delivered on time by friendly and respectful staff are clear, generate a positive result and that they can afford, provide them with sufficient information about their condition and treatment, provide them with all the drugs they require in privacy and their reach, and give in a language they can understand. അതായത് എന്താണ്? ഓരോ ഡിഫറെന്റ് കൺട്രീസിൽ നിന്ന് ഉള്ള റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിഫറെന്റ് കൺട്രീസിൽ റിസർച്ച് നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് പേഷ്യൻസിന്റെ കാഴ്ചപ്പാടുകൾ, പേഷ്യൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് ഉള്ള കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? delivered on time by friendly and respectful staff. എന്താണ്? കൃത്യസമയത്ത് സർവീസ് കൊടുക്കാനായിട്ട് അല്ലെ, നല്ല രീതിയിലുള്ള സർവീസ് അവർക്ക് കൊടുക്കണം. അതുപോലെ ഈ പേഷ്യൻസ് അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചില സ്റ്റാഫുകളൊക്കെ എന്താണ് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാന്നല്ലേ, അവരോട് റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറുന്ന സ്റ്റാഫുകൾ അവിടെ ഉണ്ടാവണം. അതുപോലെ അവർക്ക് കൊടുക്കുന്ന സർവീസുകൾ എന്ന് പറഞ്ഞാല് സുരക്ഷയോട് കൂടിയിട്ട് വേണം. അതുപോലെ ജനറേറ്റ് പോസിറ്റീവ് റിസൾട്ട് അല്ലെ, ആളുകൾക്ക് കൊടുക്കുന്ന ഒരു അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിൽ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകണമെന്നാണ് അവരുടെ കാഴ്ചപ്പാട്. അതുപോലെ തന്നെ എന്താണ്? അഫോർഡബിൾ, ദേ ക്യാൻ അഫോർഡ്, എന്താണ്? അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വേണം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സാധാരണക്കാരന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കണം ഓരോ സർവീസും ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. Provide them with sufficient information about their condition and treatment. ട്രീറ്റ്മെന്റിനെ കുറിച്ചും അവരുടെ രോഗാവസ്ഥ, അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അവർക്ക് മതിയായ രീതിയിലുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. Provide them with the drugs they require. അതുപോലെ തന്നെ ഡ്രഗ്സിനെ കുറിച്ച്, അവർക്ക് കൊടുക്കുന്ന ഡ്രഗ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ, അതുപോലെ ഒരു പ്രൈവസി അവർക്ക് ഉണ്ടാകണം അല്ലെ. പ്രൈവസി കൊടുക്കണം. അതുപോലെ എന്താണ്? ഈ പല രീതിയിൽ മലയാളം ലാംഗ്വേജ് അറിയാവുന്നവർ മാത്രമല്ല ഹോസ്പിറ്റലുകളിൽ വരുന്നത് അല്ലെ, ഡിഫറെന്റ് ലാംഗ്വേജസിലുള്ള ആളുകളും വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അവിടെ അവർ വരുമ്പോ കറക്റ്റ് അവർക്ക് അറിയാവുന്ന രീതിയിലുള്ള ലാംഗ്വേജിലൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് തയ്യാറാകണം. ഇത്തരം കാര്യങ്ങളാണ് പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കാം, ദ ഹെൽത്ത് സ്റ്റാഫ്. എന്താണ്? ദ ഹെൽത്ത് പ്രൊവൈഡർ. ഹെൽത്ത് സ്റ്റാഫിനെ പറയുന്ന മറ്റൊരു പേരാണ് ഹെൽത്ത് പ്രൊവൈഡർ എന്ന് കേട്ടോ. ഹെൽത്ത് പ്രൊവൈഡർ എന്നും സ്റ്റാഫിനെ പറയുന്നുണ്ട്. ദ ഹെൽത്ത് പ്രൊവൈഡർ ക്യാൻ പ്രൊവൈഡ് ക്വാളിറ്റി കെയർ if he or she has sufficient knowledge and skill, adequate resources, staff,
trucks, suppliers, equipments, and transport, etc. Safe and clean workplace, opportunity to frequently improve himself or herself is well paid and rewarded for good work. അതായത് സ്റ്റാഫിന് നല്ലൊരു ഗുണനിലവാരമുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻസിന് കൊടുക്കാനായിട്ട് അവർക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, നല്ല രീതിയിലുള്ള നോളജ് ഉണ്ടായിരിക്കണം, നല്ല രീതിയിലുള്ള സ്കില്ല് അവരിൽ ഇമ്പ്രൂവ് ആവണം അല്ലെ. അത്തരത്തിലുള്ള സ്കില്ലും നോളജും അവർക്ക് വേണം. അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള സർവീസ് നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് കോർപ്പറേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അവർക്ക് എന്താണ് റിസോഴ്സസുകൾ ആവശ്യമാണ് അല്ലെ. നല്ല രീതിയിലുള്ള സ്റ്റാഫ് ലേബേഴ്സ് വേണം, ഡ്രഗ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ, സർവീസ്, എക്യുപ്മെന്റ്സ്, ട്രാൻസ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ആവശ്യമായ രീതിയിലുള്ള റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ അവർക്ക് നമ്മൾ അവിടെ വരുന്ന പേഷ്യൻസിന് മാത്രമല്ല സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യേണ്ടതല്ലേ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഒരു സുരക്ഷിതത്വം പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യം. സേഫ്റ്റിയോടുള്ളതും അതുപോലെ തന്നെ ക്ലീൻ വർക്കിംഗ് പ്ലേസും അങ്ങനെ ഒരു എൻവയോൺമെന്റും അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെന്താ, ഓപ്പർച്യൂണിറ്റി ടു ഫ്രീക്വൻലി ഇംപ്രൂവ് ഹിംസെൽഫ് ഓർ ഹിർസെൽഫ് ഇസ് വെൽ പെയ്ഡ്. അതായത് എന്താണ്, അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റിയുള്ള സർവീസ് കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നല്ലൊരു രീതിയിൽ നമ്മൾ ഏതൊരു ഓർഗനൈസേഷൻ, ഹോസ്പിറ്റൽ മാത്രമല്ല ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ നല്ല രീതിയിൽ ഇപ്പൊ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റീസ് അവരുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടാർഗറ്റ് കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്ത ആളുകൾക്ക് റിവാർഡുകൾ കൊടുക്കാറുണ്ട് ഇല്ലേ, കണ്ടിട്ടില്ലേ? ഓരോരുത്തരും സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ ഫ്രണ്ട്സ് ആയാലും അങ്ങനെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് റിവാർഡൊക്കെ കിട്ടാറുണ്ട് ഇല്ലേ. നമ്മള് പലരും കണ്ടിട്ടുണ്ട് അല്ലെ, ഫ്രണ്ടിലുണ്ടോ അവള് സ്റ്റാറ്റസ് എടുക്കാൻ കാണാറുണ്ട് റിവാർഡ് കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, അവർക്ക് കൊടുക്കണം. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാണ് അല്ലെ. അപ്പൊ അവനും ഒരു ആശയം, അടുത്ത വർഷം ഞാൻ വാങ്ങിക്കും, അല്ലെങ്കിൽ അടുത്തത് ഞാനായിരിക്കും നല്ല രീതിയിലുള്ള റിവാർഡ് ഞാൻ വാങ്ങിക്കും എന്നുള്ളൊരു വാശി എല്ലാ സ്റ്റാഫിനും ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള റിവാർഡുകൾ വർക്ക് ചെയ്തവരുടെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചവർക്ക് പാരിതോഷികങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സ്റ്റാഫുകളുടെ കാഴ്ചപ്പാടായിട്ട് പറയുന്നത്. ഓക്കെ, അയച്ചു നോക്കിയേ. പേഷ്യൻസിന്റെ നമ്മൾ പറഞ്ഞ് സ്റ്റാഫുകളുടെ പറഞ്ഞു കേട്ടോ, അയച്ചു നോക്കാം.
വായിച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് നോക്കാം. ദ ഹെൽത്ത് കെയർ മാനേജർ അവരുടെ എന്താണ് കാഴ്ചപ്പാട് ഏതാണ്? The health care manager considers quality care as managing efficiently the resources of the health facility, health staff attaining sick targets, health staff being frequently supported and supervised, having ample and competent staff to provide care, staff being disciplined, providing necessary resources for work. അതായത് ഹെൽത്ത് കെയർ മാനേജറുടെ ക്വാളിറ്റിയെ കുറിച്ച് കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഹെൽത്ത് കെയർ മാനേജേഴ്സ് ക്വാളിറ്റിയെ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. മാനേജിങ് എഫിഷ്യന്റ്ലി ദ റിസോഴ്സസ് ഓഫ് ദി ഹെൽത്ത് ഫെസിലിറ്റി. എന്താണ് പറയുന്നത്? ഹോസ്പിറ്റലിലെ റിസോഴ്സ് കാര്യക്ഷമമായിട്ട് മാനേജ് ചെയ്യണം. ഓക്കെ, അത് ഹെൽത്ത് കെയർ മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഹെൽത്ത് സ്റ്റാഫ് അറ്റൈനിങ് ടാർഗറ്റ്സ്, അതുപോലെ തന്നെ ഈ ഓരോ സ്റ്റാഫിനും ഓരോ വർക്കും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അത് കൃത്യമായിട്ട് കൃത്യസമയത്ത് അവർ ചെയ്ത് തീർക്കുന്നുണ്ടോ അതാണ് അവിടെ പറയുന്നത്. ടാർഗറ്റ്സ്, ഓരോ കാര്യങ്ങളും ഇത്ര സമയത്തിനുള്ളിൽ ഇന്നത് ചെയ്യാം എന്നുള്ള ഒരു ഫിക്സഡ് ടൈമോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതനുസരിച്ച് അവര് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ക്വാളിറ്റി കെയർ മാനേജറിന്റെ ഉത്തരവാദിത്തമാണ്. ഹെൽത്ത് സ്റ്റാഫ് ബീയിങ് ഫ്രീക്വന്റ്ലി സപ്പോർട്ടഡ് ആൻഡ് സൂപ്പർവൈസ്ഡ്. അവരെന്ത് ചെയ്യാം? നമ്മളെ ഹെൽത്ത് മാനേജറിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആ സ്റ്റാഫിന്റെ ഹെൽത്ത് സ്റ്റാഫിനെ കറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്ത് അവരെ കൂടി നിന്നുകൊണ്ട് അവരുടെ മേൽനോട്ടം വഹിക്കാം. പിന്നെന്താ? having ample and competent staff to provide care. അതുപോലെ തന്നെ ഈ പേഷ്യൻസിന് കെയർ കൊടുക്കാനായിട്ടുള്ള മതിയാവും വിധം നോളജ് അല്ലെങ്കിൽ കഴിവുകളുണ്ടോ, സ്കില്ലുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓരോ സ്റ്റാഫിനും ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. സ്റ്റാഫ് ബീയിങ് ഡിസിപ്ലിൻഡ്, ഡിസിപ്ലിൻ പാലിക്കുക അല്ലെ. പിന്നെ അതുപോലെ തന്നെ എന്താ? പ്രൊവൈഡിങ് നെസസറി റിസോഴ്സസ് ഫോർ വർക്ക്. അതുപോലെ തന്നെ അവരുടെ വർക്കും കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള റിസോഴ്സസുകൾ, ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. എന്നിരുന്നാൽ മാത്രമാണ് അവർക്ക് നല്ല രീതിയിലുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കോർഡിനേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ സക്സസിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അവർക്ക് അവരുടെ വർക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടതായിട്ടുള്ള ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് അക്രഡിറ്റേഷൻ ഏജൻസി എന്ന് പറയുന്നത്. എന്താണ് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല്? എന്താണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? നാബൊക്കെ എടുത്ത് തുടങ്ങിയോ? എത്തിച്ചിട്ടാവില്ലല്ലേ? 4th മൊഡ്യൂളില് എടുത്തായിരുന്നോ? സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ. അപ്പം എന്താണ് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല്? എന്താ അക്രഡിറ്റേഷൻ? അംഗീകാരം കൊടുക്കുക അല്ലെ. ഓക്കെ, അക്രഡിറ്റേഷൻ ഏജൻസി ഈസ് ആൻ എൻറ്റിറ്റി separate and distinct from the healthcare organization, normally non-governmental. അക്രഡിറ്റേഷൻ ഏജൻസി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനമാണ്, ഒരു എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ സ്ഥാപനമാണ്. അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിന് ഔദ്യോഗികമായിട്ട് അംഗീകാരം കൊടുക്കുന്നതിനെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്ഥാപനത്തിന് ഔദ്യോഗികമായിട്ട് അംഗീകാരം കൊടുക്കുന്നതിനെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി അക്രഡിറ്റേഷൻ നമുക്ക് വെറുതെ കൊടുക്കാനായിട്ട് പറ്റില്ല അല്ലെ. സ്ഥാപനങ്ങൾക്ക് വെറുതെ കൊടുക്കാനായിട്ട് പറ്റില്ല. ഓരോ സ്ഥാപനത്തിനും ഓരോ നിശ്ചിത സ്റ്റാൻഡേർഡ്സുകൾ വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സിൽ അവർ എത്തുന്നുണ്ടോ, അവരത് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് അക്രഡിറ്റേഷൻ കൊടുക്കുകയുള്ളൂ. ഓക്കെ, അതെ, റൂൾസുകൾ ഫോളോ ചെയ്താൽ ഓരോ സ്റ്റാൻഡേർഡുകൾ നമ്മൾ
ഇതിന്റെ സ്കോറുകളും കാര്യങ്ങളൊക്കെ ഇത് പോളിറ്റ് ഞാൻ എടുത്തിട്ടില്ല. പോളിറ്റിലാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, ഒരു ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാൽ നിശ്ചിത സ്റ്റാൻഡിങ്സ് വെച്ചിട്ടുണ്ടാവും, റൂൾസ് റെഗുലേഷൻസ് കറക്റ്റ് ആയിട്ട് അവർ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അംഗീകാരം ഓരോ ഹോസ്പിറ്റലിലും കൊടുക്കുന്നത്. ഇത്ര മാത്രം മനസ്സിലാക്കുക. അതെ അതെ, ലാബിന്റെ പോലെ തന്നെയാണ് കേട്ടോ. ലാബ് നമുക്ക് പഠിക്കാനുണ്ട് ഇവിടെ, JCI ലാബ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, അത് റിലേറ്റ് ചെയ്ത ചാപ്റ്റർ തന്നെയാണ്, ലാബിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ് ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെ, അപ്പോ അത്രമാത്രം മനസ്സിലായില്ലേ? അംഗീകാരം, അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒക്കെയാണല്ലോ, എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ഇനി എന്താണ്? അതുപോലെ തന്നെ അക്രഡിറ്റേഷൻ സ്ഥാപനം എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെന്റൽ ആണ്, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നോക്കിയേ, ആസ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ടു ഡിസൈഡ് ഇഫ് ഇറ്റ് നീഡ് a set of needs planned to improve the safety and the quality of care. നമ്മൾ പറഞ്ഞിരുന്നു ഹോസ്പിറ്റലിന് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സുകൾ പാലിച്ചാൽ മാത്രമാണ് അവർക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുകയുള്ളൂ അല്ലെ. ഇനി ഈ സ്റ്റാൻഡേർഡ്സുകൾ അവർക്ക് കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പരിചരണത്തിന്റെ ക്വാളിറ്റിയും സേഫ്റ്റിയും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗി വന്നു, ഇവിടെ നല്ല രീതിയിൽ ക്വാളിറ്റി കെയർ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ മര്യാദയ്ക്ക് പെരുമാറുന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ്സ് എല്ലാം അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾ പിന്നീട് വരില്ലല്ലേ. ഈ പേഷ്യന്റ് പോയിട്ട് വേറെ ആളുകളോട് പറയും അവിടെ ഒരു കാര്യവുമില്ല, പോയിട്ട് ഡോക്ടേഴ്സ് ഇല്ല, മര്യാദ ട്രീറ്റ്മെന്റ് അവിടെ ലഭിക്കുന്നില്ല അല്ലെ. അപ്പൊ എന്താണ്, ഈ ന്യൂസ് ഒക്കെ അവിടെ സമൂഹത്തിൽ പരക്കും അല്ലെ. അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിലെ ഇമേജ് എന്ന് പറയുന്നത് താഴാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ആരും ആ ഹോസ്പിറ്റലിലോട്ട് പോവില്ല. അപ്പൊ അതിന് എന്തിനു വേണ്ടിയിട്ടാണ് ഓരോ ഹോസ്പിറ്റലുകൾക്കും സ്റ്റാൻഡേർഡ് വെച്ചിരിക്കുന്നത് വെച്ചാല് എന്താണ്? ക്വാളിറ്റിയോടെ, അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ ആ നിലവാരം, നമ്മൾ ക്വാളിറ്റിയോടെ കൊടുക്കുന്ന കെയറിന്റെ നിലവാരം ഉയർത്തുകയും സേഫ്റ്റിയോട് കൂടിയിട്ട് ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സുകൾ ഓരോ ഹോസ്പിറ്റലിനും വെച്ചിരിക്കുന്നത്. ആ കറക്റ്റ് ആയിട്ട് അവർ പാലിച്ചു പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് അംഗീകാരം ഓരോ ഹോസ്പിറ്റലിനും കൊടുക്കുകയുള്ളൂ. അക്രഡിറ്റേഷൻ ഈസ് യൂഷ്വലി വോളണ്ടറി. വോളണ്ടറി എന്ന് പറഞ്ഞാല് സ്വമേധയാ നടക്കുന്ന ഒരു പ്രേരണയാണ്. ആരുടെയും റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടോ ഓരോ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതല്ല അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. സ്വമേധയാ ഓരോ ഹോസ്പിറ്റലിലും കിട്ടുന്നതാണ്, വോളണ്ടറി ആണെന്നാണ് പറയുന്നത് കേട്ടോ. ആരുടെയും റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ആരുടെയും പ്രേരണയോ ആയിട്ടോ അല്ല അംഗീകാരം ഓരോ ഹോസ്പിറ്റലിലും കൊടുക്കുന്നത്. അത് സ്വമേധയാ നടക്കുന്ന ഒരു പ്രേരണയാണ്. It has gained worldwide attention as an effective quality assessment and management tool. അതുപോലെ തന്നെ ഫലപ്രദമായ ഗുണനിലവാരമുള്ള കെയർ കൊടുക്കുന്നതിനും അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനും മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ ഈ അക്രഡിറ്റേഷൻ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇതാണ് ആ പോയിന്റിൽ പറയുന്നത്. ഫലപ്രദമായ ഗുണനിലവാരമുള്ള കെയർ കൊടുക്കുന്നതിനും അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനും വിലയിരുത്തുന്നതിനും മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ അക്രഡിറ്റേഷൻ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? അക്രഡിറ്റേഷൻ ഏജൻസി എന്താണ്, അതിന്റെ ആ പോയിന്റുകൾ, 3 പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അതുപോലെ തന്നെ തൊട്ട് മുൻപത്തെ പോയിന്റ് കേട്ടോ, ഹെൽത്ത് കെയർ മാനേജറിന്റെ ആ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
വായിച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. ബെനിഫിറ്റ്സ് ഒക്കെ വായിച്ചു നോക്കിയേ. ബെനിഫിറ്റ്സ് എന്താണ് ബെനിഫിറ്റ്സിൽ പറയുന്നത്? ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. ഫസ്റ്റ് പോയിന്റ്, ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്. എന്താണ് പബ്ലിക് ട്രസ്റ്റ് എന്ന് പറഞ്ഞാല്? ഇതായിരിക്കാം, അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനമാണെങ്കിൽ പബ്ലിക് ട്രസ്റ്റ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പബ്ലിക്കിന്റെ ഒരു വിശ്വാസം പിടിച്ചു പറ്റാനായിട്ട് സാധിക്കും അല്ലെ. നല്ല രീതിയിലുള്ള സമൂഹത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടേക്കായിരിക്കും എല്ലാവരും പോകുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സർവീസ് ആണ്, ട്രീറ്റ്മെന്റുകൾ നല്ലതാണ്, നല്ല രീതിയിലുള്ള സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ഡോക്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിലോട്ട് തന്നെ പോവുള്ളൂ അല്ലെ. അതാണ് പറയുന്നത് എന്താണ് പബ്ലിക്കിന്റെ ട്രസ്റ്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അക്രഡിറ്റേഷനിലൂടെ ഹെൽപ്പ് ചെയ്യും. പിന്നെന്താ, പ്രൊവൈഡ് എ സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ്. അതുപോലെ തന്നെ എന്താ, ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് കെയറും കാര്യങ്ങളും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, സുരക്ഷയോട് കൂടിയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അവിടെ വരുന്ന പേഷ്യൻസിന് ആയാലും സുരക്ഷയോട് കൂടിയിട്ട് സുരക്ഷിതത്വത്തോട് കൂടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സുരക്ഷയോട് കൂടിയിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെന്താ, നെഗോഷിയേറ്റ് വിത്ത് സോഴ്സസ് ഓഫ് പേയ്മെന്റ്. എന്താണ് നെഗോഷിയേഷൻ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? എവിടെയാ പഠിച്ചത്? ചർച്ച അല്ലെങ്കിൽ കരാറ്, ഉടമ്പടി അല്ലെ, നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, നെഗോഷിയേറ്റ് വിത്ത് സോഴ്സസ് ഓഫ് പേയ്മെന്റ്. അതായത് നല്ല രീതിയിൽ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു പല സ്ഥാപനങ്ങളും ടൈഅപ്പ് ചെയ്ത് ബിസിനസ് ചെയ്യാനായിട്ട് അവരും സന്നദ്ധരാകും ഇല്ലേ. എന്താണ്, അവരും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഒരു അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ മറ്റു ബിസിനസ് സ്ഥാപനങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് കരാറിൽ ഏർപ്പെട്ട് ബിസിനസ് അവരുമായിട്ട് കൂടിച്ചേർന്നൊക്കെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പല ഏജൻസീസും വരും അല്ലെ, പല സ്ഥാപനങ്ങളും തയ്യാറാവും അല്ലെ. അതാണ് അവിടെ പറയുന്നത് നെഗോഷിയേറ്റ് വിത്ത് സോഴ്സസ് ഓഫ് പേയ്മെന്റ്. ഇനി എന്താ, listening to patients and their families, respect their rights and involve them in the care process as partners. അപ്പൊ എന്താ പറയുന്നത്, പേഷ്യൻസിന്റെ ഫാമിലീസിനെയും അതുപോലെ തന്നെ പേഷ്യൻസിനെയും അവരുമായിട്ട് റെസ്പെക്റ്റോട് കൂടിയിട്ട് പെരുമാറാം. അവരുടെ കാര്യങ്ങൾ നീഡ്സ് വാൻസ് അനുസരിച്ചുകൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് സ്റ്റാൻഡേർഡ്സിൽ പറയുന്നുണ്ട്. അപ്പൊ ആ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലാണെങ്കിൽ പേഷ്യൻസിനെയും ഫാമിലീസിനെയും മാനിക്കാനായിട്ടും അവരുടെ കാര്യങ്ങള് നല്ല രീതിയിൽ അവരുടെ നീഡ്സ് വാൻസ് അനുസരിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കാനായിട്ട് ഓരോ പേഷ്യൻസിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ജനറേറ്റ് എ കൾച്ചർ ദാറ്റ് ഈസ് ഓപ്പൺ ടു ലേണിംഗ്. അതായത് നമ്മൾ പബ്ലിക് റിലേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും ചാപ്റ്റർ പഠിച്ചായിരുന്നോ? അതിനകത്ത് എന്താണ് ഈ ഓപ്പൺ ഡേ ഹൗസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഉണ്ടോ? പബ്ലിക് റിലേഷൻ പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? എടുത്തായിരുന്നോ? വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ പറയുന്നത് എന്താണ്, ഓപ്പൺ ടു ലേണിംഗ് എന്നാണ് അല്ലെ അവിടെ പറയുന്നത്. ജനറേറ്റ് ദ കൾച്ചർ ദാറ്റ് ഈസ് ഓപ്പൺ ടു ലേണിംഗ്. അതായത് അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റലില് എല്ലാ കാര്യങ്ങളും നമുക്ക് നേരിട്ട് കണ്ടുപോയിട്ട് അതൊരു എന്താണ് പബ്ലിക് ആയിട്ട് വന്നിട്ടൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ടും ലേൺ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ,
അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് എപ്പോഴും അവിടെ പോയിട്ട് നേരിട്ട് കണ്ടുപോയി അവിടെ നേരിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കണ്ട് പഠിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, എസ്റ്റാബ്ലിഷ് കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് ആൻഡ് കണ്ടിന്യൂസ് ലീഡർഷിപ്പ്. നമ്മൾ പറഞ്ഞു ഇപ്പോ ഒരിക്കലും അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ തുടരെ അക്രഡിറ്റേഷൻ ലഭിക്കണമെന്നില്ല. അതിനെന്ത് നമ്മള് പാലിക്കണം? എന്താ പാലിക്കേണ്ടത്? അക്രഡിറ്റേഷൻ ലഭിക്കണം എന്നുണ്ടെങ്കിൽ എന്താ പാലിക്കേണ്ടത്? നമ്മള് എന്ത് പാലിക്കണം? ഞാൻ പറഞ്ഞിരുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ്സ് ഉണ്ടെന്നല്ലേ. ഓരോ സ്റ്റാൻഡേർഡ്സും ഒരു നിശ്ചിത സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ആ റൂൾസ്, ഗൈഡ് ലൈൻസ്, കാര്യങ്ങൾ, ഓരോ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് ഓരോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ആ സ്റ്റാൻഡേർഡ്സ് പാലിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ അല്ലെ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന് ഈ വർഷം അക്രഡിറ്റേഷൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടരെ ആ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കണമെന്നില്ല. അതിന് എന്തവര് പാലിക്കണം? സ്റ്റാൻഡേർഡ്സുകൾ പാലിക്കണം അല്ലെ. എല്ലാ പ്രാവശ്യവും ഉള്ള സ്റ്റാൻഡേർഡ്സുകൾ ആയിരിക്കില്ല, ഓരോ പ്രാവശ്യം ആയിരിക്കില്ല. അതിന് മാറ്റങ്ങൾ വരും. ഓരോ വർഷം കഴിയും തോറും വർഷങ്ങളുടെ കണക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഓരോ വർഷങ്ങളൊക്കെ കഴിയും തോറും എന്താണ്, സ്റ്റാൻഡേർഡ്സിൽ മാറ്റങ്ങൾ സംഭവിക്കും. ആ മാറ്റങ്ങൾ സംഭവിച്ച സ്റ്റാൻഡേർഡ്സുകൾ പാലിച്ചാൽ മാത്രമാണ് പിന്നെയും അക്രഡിറ്റേഷൻ ലഭിക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടുകയാണെങ്കിൽ തുടരെ അതിന് കിട്ടണമെന്നില്ല. നിശ്ചിത സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സിലെ ചേഞ്ചസുകൾ വരുത്തും. ആ ചേഞ്ചസുകൾ വരുത്തി അത് അവര് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് കിട്ടുകയുള്ളൂ? അക്രഡിറ്റേഷൻ പിന്നെയും ആ ഹോസ്പിറ്റലിന് ലഭിക്കുകയുള്ളൂ. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? എല്ലാവരും അല്ലെ, അവിടെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഓരോ സ്റ്റാഫ് എന്ത് ചെയ്യണം? കോർഡിനേറ്റ് ചെയ്ത് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം അല്ലെ. ഒരു ഡോക്ടർ മാറി നിന്നു അല്ലെങ്കിൽ ഒരു നേഴ്സ് മാറി നിന്ന് കഴിഞ്ഞാല് അവിടെ എല്ലാ പ്രവർത്തനങ്ങളും കംപ്ലീറ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമാണ് അതിന് സാധിക്കുകയുള്ളൂ. എല്ലാവരും കറക്റ്റ് ആയിട്ട് നിന്ന് കോർഡിനേറ്റ് ചെയ്ത് ഒരുമിച്ച് ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് അക്രഡിറ്റേഷൻ ഓരോ ഹോസ്പിറ്റലിലും കിട്ടുക. ഓക്കെ, പഠിച്ചു ബെനിഫിറ്റ്. സ്പീഡ് കൂടുതൽ എന്തെങ്കിലും പറയണോ കേട്ടോ? ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. സ്പീഡ് കൂടുന്നുണ്ടോ? ഓക്കെ. ഫർസാന ജോയിൻ ആയിട്ടില്ലേ? ഫർസാനെ കണ്ടില്ലല്ലോ. ഇല്ല. Okay, next നോക്കാം. Introduction to JCI. Okay, നോക്കാം. JCIയുടെ ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. Joint Commission International. Underline ചെയ്യാം. Joint Commission International was established in the late 1990s to observe hospital outside the
യുണൈറ്റഡ് സ്റ്റേറ്റ്. എന്താണ് JCI? JCI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പാൻഡ് ഫോം എന്താണ്? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. യുണൈറ്റഡ് സ്റ്റേറ്റിന് പുറത്തുള്ള ഹോസ്പിറ്റലുകളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ് JCI എന്ന് പറയുന്നത്. ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റിന് പുറത്തുള്ള ഹോസ്പിറ്റലുകളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇത് JCI എന്ന് പറയുന്നത്. JCI, which is also not for profit, presently accredits facilitates in Asia, Europe, Middle East and South America. അതായത് JCI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭേച്ഛയില്ലാത്ത ഒരു സ്ഥാപനമാണ്. ഇനി നിലവില് അക്രഡിറ്റേഷൻ സൗകര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെ കൺട്രീസിലാണ്? ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, സൗത്ത് അമേരിക്കയിലൊക്കെയാണ്. ഇനി എന്താ? The count of JCI accredited hospitals worldwide as listed on the JCI website till 2015 shows 820 hospitals in 47 above countries. അതായത് ഈ 2015 ലിസ്റ്റ് പ്രകാരം വേൾഡ് വൈഡ് ആയിട്ട് 47 കൺട്രീസിൽ 820 ഹോസ്പിറ്റലുകൾക്കാണ് JCI അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ 2015 ലിസ്റ്റ് പ്രകാരം 47 കൺട്രീസിൽ പോകുമ്പോൾ 820 ഹോസ്പിറ്റലുകൾക്കാണ് JCI അംഗീകാരം കൊടുത്തിട്ടുള്ളത്. ഇനി ഇന്ത്യയിൽ നോക്കുമ്പോൾ എത്രയാണ് വരുന്നത്? 21 അല്ലെ, 21 ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ. ഇന്ത്യയില് 21 ഹോസ്പിറ്റലുകൾക്ക് JCI അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ, ഇന്ത്യയിൽ ചോദിക്കാറുണ്ട്. ഇനി എന്താ? JCI stands for, നമ്മൾ നേരത്തെ ഫസ്റ്റ് പോയിന്റിൽ കണ്ടതാണ്. JCIയുടെ ഫുൾ ഫോം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. It is a US based എന്ന് പറഞ്ഞിരുന്നു, not for profit accreditation body, ലാഭേച്ഛയില്ലാത്തൊരു accreditation ബോഡിയാണ് അല്ലെ, which sits and adjusts standards for the healthcare providers level of performance in key functional areas like patient rights, patient treatment and infection control. അതായത് നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട് അവര് ഓരോ ലെവലും അവര് പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കും അല്ലെ. 3 കാര്യങ്ങളാണ് JCI നോക്കുന്നത്. അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ഏതൊക്കെയാണ്? പേഷ്യന്റ് റൈറ്റ്സ്, പേഷ്യൻസിന്റെ അവകാശങ്ങള്, അതുപോലെ തന്നെ പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകള്, ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് എടുക്കുന്ന നടപടിക്രമങ്ങൾ എങ്ങനെയാണ്. അപ്പൊ ഈ കാര്യങ്ങൾക്കാണ് JCI മുൻതൂക്കം കൊടുക്കുന്നത്. ഓക്കെ, ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ടാണ് JCI അംഗീകാരം കൊടുക്കുന്നത് അല്ലെ. കൊടുക്കുന്നത് ഏതിനൊക്കെയാണ്? പേഷ്യന്റ് റൈറ്റ്സ്, പേഷ്യന്റ് ട്രീറ്റ്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ. JCI's goal is to improve the quality of healthcare in the international community by giving worldwide accreditation services. അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമൂഹത്തില് നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് രാജ്യമെമ്പാടും അക്രഡിറ്റേഷൻ സേവനങ്ങളും എന്ത് കൊടുക്കുന്നുണ്ട്? JCI നൽകുന്നുണ്ട്. ഓക്കെ, അന്താരാഷ്ട്ര സമൂഹത്തില് നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് രാജ്യമെമ്പാടും അക്രഡിറ്റേഷൻ സേവനങ്ങൾ നൽകുന്നുണ്ട്. ഇനി എന്താ? JCI standards would take us to improve the patient care, safety and part of continuous quality improvement. ഇനി ഈ JCI സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും? പേഷ്യന്റ് കെയർ നല്ല രീതിയിൽ കൊടുക്കാനായിട്ട് പറ്റും, അവർക്ക് സേഫ്റ്റി സുരക്ഷിതത്വം ഉറപ്പാക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഈ നമുക്ക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? This would strengthen patient third party and insurer confidence and would provide us a competitive edge. അതായത് ഈ JCI അംഗീകാരം കിട്ടിയ ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിനായാലും ഇപ്പോ തേർഡ് പാർട്ടി മറ്റു പല ഏജൻസീസ്, ഇപ്പോ ഇൻഷുറൻസ് കമ്പനീസ്, അങ്ങനെ ഉള്ളവർക്കൊക്കെ ഒരു കോൺഫിഡൻസ്, അവരുടെ വിശ്വാസം ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഇല്ലേ.
ഇപ്പൊ ഒരു അവർക്ക് നമുക്ക് ട്രസ്റ്റ് ഉണ്ടാവും നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. പേഷ്യൻസിന് വരാനായിട്ടായാലും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളായിരിക്കും അവിടെ കൊടുക്കുന്നത് അല്ലെ, നല്ല രീതിയിൽ ബിഹേവ് ചെയ്യും, അതുപോലെ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഒരു ട്രസ്റ്റ്, കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഇംപ്രൂവ് ആക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെന്താ, GCI accreditation is the gold standard for quality since it reflects the provision of the highest level of patient care and patient safety needs. എന്താണ് ഈ സുവർണ അവസരം അല്ലെങ്കിൽ സുവർണ നേട്ടമാണ് കിട്ടുന്നത് അല്ലെ. GCI അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ് അല്ലെ, ഒരു സുവർണ നേട്ടമാണ്. അപ്പൊ അത് ലഭിക്കുന്നതിലൂടെ അല്ലെ, സുവർണ നേട്ടം കിട്ടുന്നതിലൂടെ ഹോസ്പിറ്റൽസിന് പേഷ്യന്റ് കെയറും പേഷ്യന്റ് സേഫ്റ്റിയും ഉറപ്പുവരുത്താനായിട്ട് അല്ലെങ്കിൽ അവര് നല്ല രീതിയിൽ അത് പാലിച്ചു പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട്, മറ്റുള്ളവർക്കത് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിന് GCI അംഗീകാരം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്, അവർ നല്ല രീതിയിൽ പേഷ്യന്റ് കെയർ കൊടുക്കുന്നുണ്ട്, ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് ഓരോ പേഷ്യൻസിനും കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു ഓരോ സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ട് അല്ലെ, ആ സ്റ്റാൻഡേർഡ്സുകൾ പാലിച്ചാൽ മാത്രമാണ് ഇവർക്ക് അംഗീകാരം ലഭിക്കുകയുള്ളൂ. അപ്പൊ അത് കൊടുക്കുക എന്ന് വെച്ചാൽ എന്താണ്, ഒരത്തരത്തിലുള്ള കാര്യങ്ങൾ പാലിച്ചു പോരുന്നുണ്ട് എന്നാണ് അതിനർത്ഥം വരുന്നത്. മനസ്സിലായേ? ഓക്കെ, വായിച്ചു നോക്കിയ പോയിന്റ്, ഒരു പോയിന്റ്സ് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഇനി നെക്സ്റ്റ് നോക്കാം, JCI accreditation. JCI accredits 8 type of health care programs. Okay, accreditation കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 8 type of health care programs ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഏതൊക്കെയാണ് നോക്കാം. ജസ്റ്റ് എക്സാമ്പിൾ പോലെയാണ്.
ഹോസ്പിറ്റൽസ്. അപ്പോ എന്താണ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസിന് ഈ ഇന്റർനാഷണൽ ലെവലിലൊക്കെ അക്രഡിറ്റേഷൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്. അതായത് അക്കാദമിക് മെഡിക്കൽ സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എന്തൊക്കെയാ വരാം? അക്കാദമിക് മെഡിക്കൽ സെന്റേഴ്സ് ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ അക്കാദമിക് രീതിയിലും ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതൊക്കെ വരും? വെരി ഗുഡ്. മെഡിക്കൽ കോളേജ് അല്ലെ? അവിടെ എന്താണ് സ്റ്റുഡൻസിന് അല്ലെ പഠിപ്പിക്കുന്നത് അല്ലെ? ഓക്കെ, സ്റ്റുഡൻസ് അല്ല സോറി, മെഡിക്കൽ കോളേജ് എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ എന്താണ് റിസർച്ച്, അവിടെ റിസർച്ച് പല റിസർച്ചുകൾ അവിടെ നടത്താറുണ്ട് പല ഹോസ്പിറ്റലുകളിലൊക്കെ. അപ്പൊ അങ്ങനെയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കാറുണ്ട്. ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ്, അതായത് ഡോക്ടേഴ്സ് ക്ലിനിക്, ഓഫീസ്, ഔട്ട്പേഷ്യൻ സർവീസ് കെയർ, അതൊക്കെയാണ് അതില് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അത്തരത്തിലുള്ള അപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ക്ലിനിക്കൽ ലബോറട്ടറീസ്, ലാബുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹോം കെയർ ഫെസിലിറ്റി അറിയാലോ, ലോങ് ടേം കെയർ ഫെസിലിറ്റീസ്. ഓക്കെ, ലോങ് ടേം കെയർ ഫെസിലിറ്റി ദീർഘകാല പരിചരണം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ. അത് പാലിയേറ്റീവ് കെയർ, നഴ്സിംഗ് ഹോംസ്, റിട്ടയർമെന്റ് ഹോംസ് ഇതൊക്കെയാണ് വരുന്നത്. ഇനി മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻസ് അറിയാലോ. മെഡിക്കൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ആംബുലൻസ് അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ വരുന്നത് പ്രൈമറി കെയർ സെന്റേഴ്സ്. ഓക്കെ, ഹെൽത്ത് സെന്റേഴ്സ്, അതൊക്കെ സിമ്പിൾ ആയിട്ട് പറയാം. പ്രാഥമിക പരിചരണം കേന്ദ്രങ്ങൾ ട്ടോ. അതൊക്കെയാണ് 8 ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് ആയിട്ട് പറയുന്നത്. ജസ്റ്റ് വാങ്ങിച്ചു നോക്കുക. 8 എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വരാം കേട്ടോ. ഒരു 2:35 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇത് തുടങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് പറയാം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അത് തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക് തരുമ്പോൾ അത് ഇതാവും. അപ്പൊ 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് പിന്നീട് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, വെള്ളം കുടിച്ചിട്ട് വരാം. 2:35 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.
ഓക്കെ, എല്ലാവരും വന്നോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് JCI 5th edition. Okay, JCI 5th edition effective from 1st April 2014. Okay, JCI യുടെ 5th edition പ്രാബല്യത്തിൽ വന്നത് 1st April 2014. അണ്ടർലൈൻ ചെയ്യാം, JCI യുടെ 5th edition പ്രാബല്യത്തിൽ വന്നത് 1st April 2014. Consist of 4 sections. അതിന് 4 sections ഉണ്ട്. അതിനു മുമ്പ് ആ സെക്ഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കും. അതിനു മുമ്പ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞു തരാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ എക്സാമ്പിൾ ഇതാണ്. നിങ്ങൾ HA കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ? HA കോഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോ നിങ്ങൾക്ക് സിലബസും കാര്യങ്ങളും തന്നു. ഓക്കെ, അതിനകത്ത് എത്ര മൊഡ്യൂളുകളാണുള്ളത്? എത്ര മൊഡ്യൂൾ ഉണ്ട്? 4 മൊഡ്യൂൾ ഉണ്ട്. ഓക്കെ, 4 മൊഡ്യൂൾ ഉണ്ട്. 4 മൊഡ്യൂൾസിലും ഓരോ മൊഡ്യൂൾ എടുത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എടുക്കാം. ഫസ്റ്റ് മൊഡ്യൂൾസിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? എത്ര ചാപ്റ്റർ ഉണ്ട്? 13 ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, ആ 13 ചാപ്റ്ററിലും നമ്മളിപ്പോ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കാം, ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ എടുക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ? അതിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, 4 സെക്ഷൻ അതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കി, 4 സെക്ഷനുകൾ ഉണ്ട്. അതുപോലെ തന്നെ അത് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. കണക്ട് ചെയ്ത്, അതാണ് എക്സാമ്പിൾ മിസ് പറഞ്ഞത്. 4 സെക്ഷൻ ഉണ്ട്. ഓരോ സെക്ഷനിലും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? ഓക്കെ ഓക്കെ, ഇനി ആ സ്റ്റാൻഡേർഡ്സിന് നമുക്ക് സ്കോർ കൊടുക്കണം. എന്നിരുന്നാൽ മാത്രമാണ് സ്റ്റാൻഡേർഡ്സ് അവർ കീപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ അല്ലെ? അപ്പൊ ഓരോ സ്റ്റാൻഡേർഡ്സിനും ഓരോ സ്കോർ കൊടുക്കണം. ഓക്കെ, ആ സ്കോർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മള് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് നമ്മള് മെഷർ ചെയ്യും. ഓക്കെ, ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് മെഷറബിൾ എലമെന്റ്സ്. അത് നോക്കിയിട്ടാണ് നമ്മൾ സ്കോർ കൊടുക്കുന്നത്. അതായത് എക്സാമ്പിൾ പറയാം, നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? 4 സെക്ഷൻ ഉണ്ട്. 4 സെക്ഷനിൽ ഓരോ ചാപ്റ്റേഴ്സും ഉണ്ട്. ഓരോ ചാപ്റ്റേഴ്സിലും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ്സ് പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ്? ഈ ഓരോ സ്റ്റാൻഡേർഡ്സിന് നമ്മൾ സ്കോർ കൊടുക്കുന്നത്. ആ സ്കോർ എങ്ങനെയാണ് കൊടുക്കുക? ഈ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് നമ്മൾ നോക്കിയിട്ടാണ് അത് കറക്റ്റ് ആയിട്ട് അവർ പാലിച്ചിട്ടുണ്ടോ, കറക്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഓരോ സ്കോറും നമ്മൾ കൊടുക്കുന്നത്. ഇത്രയും മാത്രം മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഇനി എന്താ പറയാ, സ്കോർ കൊടുക്കുന്നതിന്റെ എക്സാമ്പിൾ പറയാം കേട്ടോ. നമ്മൾ പറഞ്ഞിരുന്നു അക്രഡിറ്റേഷൻ കൊടുക്കണമെങ്കിൽ വെറുതെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. നമുക്ക് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമാണ് നമുക്ക് അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്കോർ കൊടുക്കണം അല്ലെ? ഇനി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത്? എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? അതാണ് മെഷറബിൾ എലമെന്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പൊ എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് ചെക്ക് ചെയ്യേണ്ടത് നോക്കിയേ. ആക്സിഡന്റ് റേറ്റ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? ഓക്കെ, ഇൻസിഡന്റ് റിപ്പോർട്ട് അവർ കറക്റ്റ് ആയിട്ട് അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ആക്സിഡന്റ് റേറ്റ് എത്രത്തോളം ഉണ്ടായി? ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഇൻസിഡന്റ് റിപ്പോർട്ട് വേണം അതിനല്ലേ? ഓരോ ഇൻസിഡന്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഇനി സേഫ്റ്റി പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലൈന്റ്സ് എത്രത്തോളമാണ് ഉള്ളത്? ഓക്കെ, അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് അവര് പാലിക്കുന്നുണ്ടോ? ഇതൊക്കെ കറക്റ്റ് ആയിട്ട് സേഫ്റ്റി പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലൈന്റ്സ് അവര് പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ടാണ് അതൊക്കെയാണ് മെഷറബിൾ എലമെന്റ്സ് ആയിട്ട് പറയുന്നത്. സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ
അത് കൃത്യമായിട്ട് അവര് പാലിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കൃത്യമായിട്ട് എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ, അതിൽ കൊടുത്തിരിക്കുന്ന മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്കോർ ഒരു പ്രൊവൈഡ് ചെയ്യുന്നത്. കിട്ടിയോ? അപ്പോ അതിന്റെ ആ മെഷറബിൾ എലമെന്റ്സ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. എന്തൊക്കെയാണ്? സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ആക്സിഡന്റ് റേറ്റ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻസിഡന്റ് റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ എന്താണ് സേഫ്റ്റി പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലൈന്റ്സ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ട് അവർ പാലിച്ചു പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മള് സ്കോർ കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് മെഷറബിൾ എലമെന്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സെക്ഷൻ, ഓരോ സെക്ഷൻ ഉണ്ട്, ഓരോ സെക്ഷനിലും ചാപ്റ്റേഴ്സ് ഉണ്ട്. ചാപ്റ്റേഴ്സിന്റെ ഇതിൽ വരുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ്സ് അല്ലെ? സ്റ്റാൻഡേർഡ്സ് കഴിഞ്ഞിട്ട് വരുന്നത് മെഷറബിൾ എലമെന്റ്സ്. നാലും ക്ലിയർ ആണോ? മെഷറബിൾ എലമെന്റ്സ് വരെയും പറഞ്ഞത് മനസ്സിലായില്ലേ? ഇനി ഓരോന്നും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു GCI 5th എഡിഷൻ വന്നത് 1st April 2014 അതിന് 4 സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, അത് വെച്ച് പറഞ്ഞത് വെച്ച് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോ ഫസ്റ്റ് സെക്ഷൻ നോക്കി, ഇൻക്ലൂഡ്സ് അക്രഡിറ്റേഷൻ, പ്രിപ്പറേഷൻ, റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഷോർട്ട് ഫോം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് APR. ഓക്കെ, APRന്റെ എക്സ്പാൻഡ് ഫോം ആണ് അക്രഡിറ്റേഷൻ, പാർട്ടിസിപ്പേഷൻ, റിക്വയർമെന്റ്സ്. അക്രഡിറ്റേഷൻ, പാർട്ടിസിപ്പേഷൻ, റിക്വയർമെന്റ്സ്. അതായത് അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷൻ ആണ്. അപ്പൊ ഫസ്റ്റ് സെക്ഷനിൽ ഒരു ചാപ്റ്റർ ഉള്ളൂ. ഇനി രണ്ടാമത്തെ സെക്ഷൻ നോക്കിയേ, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. അതായത് രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 2 പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കിയേ, IPST എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ബോർഡ്. അതായത് എന്താണ്? വരുന്ന പേഷ്യൻസിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട സേഫ്റ്റി അല്ലെ, സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് അതിലുള്ളത്. ഇനി എന്താണ്? ACC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ access to care and continuity of care. എന്താണ്? ആ വരുന്ന പേഷ്യൻസിന് കെയറിലേക്കുള്ള പ്രവേശനം, അതുപോലെ തന്നെ അതിന്റെ കണ്ടിന്യൂറ്റി, തുടർച്ച എങ്ങനെയാണെന്നുള്ളത്. ഇനി എന്താ? PFR എന്ന് പറഞ്ഞാല് പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. പേഷ്യൻസിന്റെയും അവരുടെ ഫാമിലിയുടെയും റൈറ്റ്സുകൾ, അവകാശങ്ങൾ എന്തൊക്കെയാണ്. ഇനി AOP, അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്. ഓക്കെ, മരുന്നിന്റെ കാര്യങ്ങൾ അവർ അസസ് ചെയ്യേണ്ട, പേഷ്യൻസിന്റെ അസസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത് മരുന്നിന്റെ കാര്യങ്ങളാവാം, അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, ഇതൊക്കെയാണ് അതിൽ അസസ് ചെയ്യുന്നത്. ഇനി എന്താണ്? COP എന്ന് പറഞ്ഞാല് കെയർ ഓഫ് പേഷ്യൻസ്. എന്താണ്? എത്തരത്തിലുള്ള പരിചരണമാണ് രോഗികൾക്ക് വേണ്ടത്. ആംബുലറ്ററി എന്ന് പറഞ്ഞാല് പരിചരണവുമായിട്ട് ബന്ധപ്പെട്ടത്. ഇൻപേഷ്യന്റ് സർവീസ് ആണോ, ഔട്ട് പേഷ്യന്റ് സർവീസ് ആണോ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് COP വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ASC, അനസ്തീഷ്യ ആൻഡ് സർജിക്കൽ കെയർ. ഓക്കെ, അനസ്തീഷ്യയും സർജറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇനി MMU എന്ന് പറഞ്ഞാല് മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്. അതായത് കൊടുക്കുന്ന മരുന്നിന്റെ മാനേജ്മെന്റും യൂസും, അതിൽ വരുന്ന അതിന്റെ യൂസേജും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. PFE, പേഷ്യന്റ് ഫാമിലി ആൻഡ് എഡ്യൂക്കേഷൻ. പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ, പേഷ്യൻസിനും ഫാമിലിക്കും കൊടുക്കുന്നത് ഓരോ അവയർനെസ്സുകൾ കൊടുക്കും അല്ലെ. നിങ്ങൾ ഇന്ന മരുന്നുകൾ കഴിക്കണം, ഇങ്ങനെ ഡയറ്റ് പ്ലാൻ കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ പേഷ്യൻസിനെ ഇരുത്തി ഫാമിലിക്കും അവയർനെസ് ഡോക്ടേഴ്സ് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പേഷ്യൻസ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, സെക്ഷൻ 2 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് തരാം, മാർക്ക് ചെയ്ത് തരാം. അതിന്റെ ഫുൾ ഫോം ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അടയാളപ്പെടുത്താത്തതും കറക്റ്റ് ആയിട്ടൊന്ന് നോക്കുക. ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് തരാം.
ഫസ്റ്റ് സെക്ഷനില് PPR ഒരു ചാപ്റ്റർ ഉള്ളൂ, അത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇനി സെക്കൻഡ് സെക്ഷനില് IPSG MMU PFE next ആണ് section 3 consists of health care organization management standards. Okay, അപ്പോ എന്താണ് അതിൽ വരുന്നത്? ആരോഗ്യ പരിചരണ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ സ്റ്റാൻഡേർഡ്സ് ആണ് സെക്ഷൻ 3 കൊടുത്തിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ QPS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ഓക്കെ, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ പേഷ്യന്റ് സുരക്ഷ അല്ലെ, പേഷ്യന്റ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ് അതിൽ വരുന്നത് അല്ലെ. ഇനി എന്താണ് PCI പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻസ് അല്ലെ. ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ, പ്രിവെന്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ബന്ധപ്പെട്ടുള്ള മാനദണ്ഡം. ഇനി എന്താണ് GLD ഗവേണൻസ് ലീഡർഷിപ്പ് ആൻഡ് ഡയറക്ഷൻ ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് അക്കാദമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അപ്പോ ഹോസ്പിറ്റലുകൾക്കും അക്കാദമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്കുമുള്ള ഭരണം, നേതൃത്വം, ലക്ഷ്യം ഇങ്ങനെയുള്ളതാണ് ഇതിൽ കൊടുക്കുന്ന അവരുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടതും അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭരണവും, അതുപോലെ തന്നെ എന്താണ് നേതൃത്വം, ലക്ഷ്യം എങ്ങനെയുള്ളതാകണം എന്നുള്ളതാണ് അതിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് FMS ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. ഓക്കെ, ഫെസിലിറ്റി എന്താണ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ സൗകര്യങ്ങൾ, ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, സൗകര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് FMS വരുന്നത്. സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, അതിന്റെ ഷോർട്ട് ഫോം ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. SQE സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ അതിന്റെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡം. മാനേജ്മെന്റ് ഓഫ് ഇൻഫോർമേഷൻ MOI, ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ആണ് MOI വരുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് സെക്ഷൻ 3 ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. QPS FMS QPS ഉം FMS ഉം. Next, fourth section include academic medical center hospitals standards. Okay, അപ്പോ മെഡിക്കൽ എന്താണ് സെന്റർ ഹോസ്പിറ്റൽസ്, അത് അക്കാദമിക് മെഡിക്കൽ ആയിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ്, അക്കാദമിക് മെഡിക്കൽ സെന്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ നമുക്ക് മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 4 ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ് നോക്കി? MPE യും HRE. MPE എന്ന് പറഞ്ഞിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ. ഓക്കെ, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ പ്രൊഫഷൻ, അവിടെ ആ മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷനുമായിട്ട് അല്ലെ, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. ഹ്യൂമൻ സബ്ജക്ട്സ് റിസർച്ച് പ്രോഗ്രാംസ്, അതാണ് HRP. റിസർച്ച് പ്രോഗ്രാംസ്, റിസർച്ച് ഗവേഷണങ്ങളൊക്കെ നടത്താറുണ്ട് അല്ലെ ഈ മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസിലൊക്കെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സുകളാണ് അതിൽ വരുന്നത്. അപ്പൊ അത് രണ്ടും കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കാം. സെക്ഷൻ 4 വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, വായിച്ചു നോക്കിയേ. സെക്ഷൻ 4 വരുമ്പോ വായിച്ചു നോക്കാം.
കംപ്ലീറ്റ് ആക്കിയോ? Next topic നോക്കാം. JCI 5th edition the hospital standards survey. Okay, 5th editionല് 285 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. 1160 മെഷറബിൾ എലമെന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. JCIയുടെ 5th എഡിഷനില് 285 സ്റ്റാൻഡേർഡ്സ് 1160 മെഷറബിൾ എലമെന്റ്സ് ആണ് ഉള്ളത്. Revision of standards. The standards will be re-examined and published at least every 3 years. JCIയുടെ സ്റ്റാൻഡേർഡ്സുകൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഈ ബെനഫിറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചപ്പോൾ പറഞ്ഞു. സ്റ്റാൻഡേർഡ്സുകൾ കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമാണ് അക്രഡിറ്റേഷൻ കിട്ടുകയുള്ളൂ. അത് ഇങ്ങനെ സ്റ്റാൻഡേർഡ്സിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഹോസ്പിറ്റൽസ് അത് ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമാണ് അക്രഡിറ്റേഷൻ കിട്ടുകയുള്ളൂ അല്ലെ. അപ്പൊ ആ പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, എന്താണ്, എവറി 3 years കൂടുമ്പോഴും JCIയുടെ സ്റ്റാൻഡേർഡ്സിൽ മാറ്റങ്ങൾ വരുത്തും. ആ മാറ്റങ്ങൾ അനുസരിച്ച് ഓരോ ഹോസ്പിറ്റൽസും ഫോളോ ചെയ്താൽ മാത്രമാണ് ഓരോ ഹോസ്പിറ്റൽസിനും എന്ത് കിട്ടുള്ളൂ, അംഗീകാരം കിട്ടുള്ളൂ. ഒരു ഹോസ്പിറ്റലിന് ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാല് പിന്നീട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡേർഡ്സിൽ ചിലപ്പോ ചേഞ്ചസുകൾ വരുത്താം. ചേഞ്ചുകള് കറക്റ്റ് ആയിട്ട് ആ ചേഞ്ചസുകൾ നോക്കി കൃത്യമായിട്ട് അവരത് പാലിച്ചാൽ മാത്രമാണ് പിന്നെയും അവർക്ക് അംഗീകാരം ലഭിക്കുകയും. അപ്പം ഓരോ 3 years കൂടുമ്പോഴും ഈ സ്റ്റാൻഡേർഡ്സ് പുനഃപരിശോധിക്കുകയും അതില് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നുണ്ട്. എവിടെയാണ്? JCIയിൽ കേട്ടോ. എവറി 3 years. ഓക്കെ, 3 years എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇനിയിപ്പോ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേനും നാബ് പഠിക്കാറുണ്ട്. അപ്പൊ നാബിന്റെ ഒരു ചെറിയൊരു പോർഷനും കൂടെയൊക്കെ ഉണ്ട്. അതിനകത്തും അവരുടെ സ്റ്റാൻഡേർഡ്സിലെ മാറ്റങ്ങൾ വരുത്തുന്നത് വേറൊരു 4 yearsലൊക്കെയാണ്. അപ്പൊ അതും നമ്മൾ പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും JCIന് അത് മാറിപ്പോകരുത്. കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി എന്താ JCI സർവേ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സർവേ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സർവേ എന്താണ്? സർവേ എന്ന് പറഞ്ഞാല് കണക്കെടുപ്പ്, ഡാറ്റ കളക്ടിങ്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എന്താണ്, നമ്മുടെ വീടുകളിലും ഹെൽത്തിൽ നിന്നൊക്കെ ആശാ വർക്കേഴ്സ്, അവിടെ ഹെൽത്ത് വർക്കേഴ്സ് ഒക്കെ വരാറുണ്ടല്ലേ. ഇപ്പോ എന്താ പറയാ, ജൂൺ അല്ലെങ്കിൽ ആ ടൈമിലൊക്കെ ആകുമ്പോൾ മഴയൊക്കെ ഇങ്ങനെ തുടർന്ന് പിടിക്കുന്ന ടൈമാണ്. അപ്പൊ പനി കാര്യങ്ങള്, അതുപോലെ ഡെങ്കിപ്പനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ, എലിപ്പനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ ഹെൽത്തിൽ നിന്ന് ആളുകളൊക്കെ കൊണ്ടുവരാറുണ്ട്. ആളുകളൊക്കെ വരും, ആശാ വർക്കേഴ്സ് ഒക്കെ വന്നിട്ട് നമ്മളോട് ഓരോ കാര്യങ്ങളും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച്, അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ അവര് പരിശോധിക്കും ഈ ചിരട്ടയിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ കമത്തി കളയാനൊക്കെ പറയും. കുറെ അവയർനെസ് ക്ലാസ് തരും, അവയർനെസ്സുകൾ നമുക്ക് പകർന്നു തരാറുണ്ടല്ലോ അവര്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഹെൽത്തിൽ നിന്നൊക്കെ ആളുകൾ വരുമ്പോ അവര് ഒറ്റ ഒരാളായിട്ടാണോ വരാറ് സർവേ എടുക്കാനായിട്ട്? അല്ല, 2 or 3 പേരൊക്കെ കൂടിയിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണ് വരാറല്ലേ. 2 or 3 ആളുകളാണ് ഒരു ഭാഗത്തേക്ക്. ഇനി വേറെ ഭാഗത്തേക്ക് 2 or 3 ആളുകളെ വേറൊരു സ്ഥലത്തേക്ക് അയക്കും അല്ലെ. അപ്പൊ നിങ്ങള് ഇന്നോടത്ത് പോവാ, നിങ്ങള് ഇങ്ങോട്ടേക്ക് പോവാ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതാണ് സർവേ എടുക്കാൻ വേണ്ടിട്ട് അല്ലെ, ഹെൽത്ത് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ നോക്കാം. സർവേ പ്രോസസ് ബിക്കംസ് ഓപ്പറേഷൻ. Typical survey team includes the physician, nurse and administrator. അപ്പോ നമ്മുടെ ഇവിടെ JCIയുടെ സർവേ മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു സ്ഥാപനത്തിന് നമുക്ക് അംഗീകാരം കൊടുക്കാനായിട്ട് പറ്റില്ല. കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകൾ നമ്മൾ പാലിച്ചാൽ മാത്രമാണ് എന്ത് കിട്ടുകയുള്ളൂ, അംഗീകാരം കിട്ടുകയുള്ളൂ അല്ലെ.
അവരെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് GCI സർവേ മെത്തഡോളജി എന്ന് പറയുന്നത്. ആ സർവേ എടുക്കാൻ വേണ്ടിയിട്ട് എത്തരത്തിലുള്ള ആളുകളാണ് അവിടെ സർവേ ടീം എന്ന് പറയുന്നത്? ഫിസിഷ്യൻ ഉണ്ടാവും, നഴ്സ് ഉണ്ടാവും, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. ഈ 3 പേര് കൂടുന്നതാണ് ഇത് സർവേ ടീംസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തേ, ഫിസിഷ്യൻ ഉണ്ടാവും, നഴ്സ് ഉണ്ടാവും, administrator ഉണ്ടാവും. Surveyors assess various units within an organization and discuss their findings. Surveys conduct a complete system analysis on integration and coordination of a care process. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടീം വൈസ് ആയിരിക്കും ഓരോ പ്രദേശത്തേക്ക് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അവര് എല്ലാ കാര്യങ്ങളും ചോദിച്ച് ജനങ്ങളോട് മനസ്സിലാക്കി അവര് എന്താണ് അവരുടെ ഒരു ഫൈൻഡിങ്സിലോട്ട് ഓരോ ടീംസും എത്തും ഇല്ലേ? സർവേ എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങളായാലും +2 ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ സർവേ ചെയ്തിട്ടുണ്ടാവും അല്ലെ? നമ്മളിപ്പോ ഗൂഗിൾ ഫോം വഴി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓൺലൈൻ വഴിയൊക്കെ ചെയ്തവരുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു ഫൈൻഡിങ്സിലോട്ട് എത്തും. എന്താണ് അതിന്റെ ഒരു നിഗമനം അല്ലെങ്കിൽ എന്താണ് നമുക്ക് കണ്ടെത്തലുകൾ എന്നുള്ളത് നമ്മൾ എത്തും ഇല്ലേ? ഓരോ ജനങ്ങളുടെയും ഫൈൻഡിങ്സ് നമ്മൾ നോക്കിയിട്ട് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് നോക്കിയിട്ട് ഒരു ഫൈൻഡിങ്സിലോട്ട് അല്ലെ? അതുപോലെ തന്നെയാണ് സർവേയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവേ ടീംസ്, സർവേ എടുക്കുന്ന ആളുകളാണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്, സർവേ എടുത്തു കഴിഞ്ഞാൽ അവര് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഫീഡ്ബാക്ക് നോക്കിയിട്ട് ഒരു നിഗമനത്തിലോട്ട് എത്തുന്നു, അവരുടേതായിട്ടുള്ള ഫൈൻഡിങ്സിലോട്ട് അവർ എത്തുന്നു. അതിനുശേഷം ഓരോരുത്തരും ഡിസ്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഹോസ്പിറ്റലും പരിചരണ പ്രക്രിയ നല്ല രീതിയിലാണോ നടക്കുന്നത്, എല്ലാവരും ഇന്റഗ്രേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ, ഡോക്ടേഴ്സ്, നഴ്സുമാര്, മറ്റുള്ള മെഡിക്കൽ സ്റ്റാഫുകളൊക്കെ കൃത്യമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ, എല്ലാവരും കോർപ്പറേറ്റ് ചെയ്താണോ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഈ സർവേയിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് ആ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ സർവേയിലൂടെ ഫൈൻഡിങ്സിലോട്ട് എത്തുന്നുണ്ട് അല്ലെ? ആ ഫൈൻഡിങ്സ് എന്തായിരിക്കും? ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാല് ഓരോ ഹോസ്പിറ്റലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, ഓരോരുത്തരും അവരുടെ വർക്കും കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, ഓരോരുത്തരും കോർപ്പറേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ മെത്തഡോളജിയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതാണ് GCI സർവേ മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പൊ ഈ അംഗീകാരം നമുക്ക് വെറുതെ ഒന്നും ഓരോ ഹോസ്പിറ്റൽസിനും കൊടുക്കാൻ പറ്റില്ല. അതെങ്ങനെയാണ്? അത് കൃത്യമായിട്ട് ഓരോ സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സുകൾ കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമാണ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ അത് കൃത്യമായിട്ട് അവർ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മള് GCI സർവേ മെത്തഡോളജി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് അക്രഡിറ്റേഷൻ സർവേ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമുക്ക് സർവീസ് എടുക്കാനായിട്ട് പറ്റുന്നത്? ഡിഫറെന്റ് മെത്തേഡുകളുണ്ട്. നോക്കാം. ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് ആൻഡ് അതർ വെർബൽ ഇൻഫർമേഷൻ. നമുക്ക് സ്റ്റാഫുകളോട് ചോദിക്കാം അല്ലെ? അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അവിടെ നമ്മൾക്ക് പേഷ്യൻസിനോട് ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. ക്വാളിറ്റിയുള്ള കെയർ ആണോ, എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്, നല്ല ട്രീറ്റ്മെന്റ് ആണോ അല്ലെ? പേഷ്യൻസിനോട് ചോദിക്കാം അല്ലെ? ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടാം. അതുപോലെ തന്നെ അതർ വെർബൽ ഇൻഫർമേഷൻസ്, എന്താണ് മറ്റു രീതിയിലുള്ള വാക്കാലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നു. പിന്നെ എന്താ? ഓൺ സൈറ്റ് ഒബ്സർവേഷൻ ഓഫ് ദ പേഷ്യന്റ് പ്രോസസ് ബൈ സർവേയേഴ്സ്. എന്താണ്? നമുക്ക് ഒബ്സർവേഷൻ വഴി അല്ലെ? നമുക്ക് നേരിട്ട് കണ്ട് നിരീക്ഷിച്ച് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ലേ? പിന്നെ എന്താണ്? പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ഇനീഷ്യൽ പ്രാക്ടീസ് ഗൈഡ്ലൈൻസ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. അതായത് എന്താണ്? നമുക്ക് പോളിസീസ് ഹോസ്പിറ്റലിൽ ഏതൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പോളിസീസ് ഉണ്ടാവും, സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, ഗൈഡ്ലൈൻസ് ഉണ്ടാവും അല്ലെ? അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ എന്തുണ്ട്? പോളിസീസ് ഉണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗൈഡ്ലൈൻസ് ഉണ്ട്, ഡോക്യുമെന്റ്സുകൾ, അവരുടെ റിപ്പോർട്ടുകൾ, ഈ മെഡിക്കൽ റെക്കോർഡുകള്, പേഷ്യന്റ് രജിസ്റ്റർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അതൊക്കെ ഡോക്യുമെന്റിൽ ഉൾപ്പെടുത്താൻ പറ്റും നമുക്ക്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട്
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർവേ നമുക്ക് എടുക്കാനായിട്ട് ആ ഡോക്യുമെന്റുകൾ പരിശോധിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർവേ നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സർവേ എടുക്കാനായിട്ട് എങ്ങനെയൊക്കെയാണ് സാധിക്കുന്നത്? പേഷ്യൻസിനോട് ചോദിച്ച് മനസ്സിലാക്കാം, സ്റ്റാഫുകളോട് ചോദിക്കാം, അതുപോലെ ഓൺസൈറ്റ് ഒബ്സർവേഷൻ നടത്താം, മറ്റു ഡോക്യുമെന്റ്സുകളൊക്കെ നിരീക്ഷിച്ച് നമുക്ക് സർവേ ഒരു ഫീഡ്ബാക്കിലോട്ട് എത്താൻ, ഒരു ഫൈൻഡിങ്സിലോട്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. ഇത്രയും വരെ സർവേ മെത്തഡോളജി അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു. സ്റ്റാൻഡിങ്സ്, മെഷറബിൾ എലമെന്റ്സ് ഏതൊക്കെയാണ്, എത്ര വരെ ഉണ്ട്, അതുപോലെ റീഎക്സാമിൻ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് ഇവിടെ പറയുന്നു. സർവേ മെത്തഡോളജി എന്താണെന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് സർവേ എടുക്കാൻ പറ്റുന്നത്, ഏതൊക്കെ രീതിയിലാണ്, ഇത്രയും വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
Okay. Next, scoring the survey result. Okay. നിങ്ങൾ പറഞ്ഞിരുന്നു എന്താണ് ഓരോ സ്റ്റാൻഡേർഡ്സിനും എന്താണ് ഓരോ സ്കോറുകൾ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. Each standard must contain a scoring of at least 5. എന്താണ് അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ സ്റ്റാൻഡേർഡ്സിന് കുറഞ്ഞത് എന്താണ് 5 സ്കോറുകളും ഉണ്ടായിരിക്കണം. ഓക്കെ, അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ ഓരോ സ്റ്റാൻഡേർഡ്സിനും കുറഞ്ഞത് 5 സ്കോറുകളും ഉണ്ടായിരിക്കണം. Each chapter must have a score of at least 8. ഇനി അതുപോലെ തന്നെ each chaptersന് at least 8 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. All standards must together average for at least 9. എന്താണ് എല്ലാ സ്റ്റാൻഡേർഡ്സിന്റെയും ആവറേജ് നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 9 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. All measurable elements are averaged to obtain the score for the standards. ഇനി മെഷറബിൾ എലമെന്റ്സിന്റെ ആവറേജ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ്സിന്റെ സ്കോർ കിട്ടും. അതായത് മിസ് പറയാം, നമ്മൾ പറഞ്ഞിരുന്നു ഫോർ സെക്ഷൻ, അതിനകത്ത് ആ സെക്ഷനിൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓരോ സെക്ഷനിലും എടുത്തു കഴിയുമ്പോൾ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ഓരോ ചാപ്റ്റേഴ്സിനും സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും അല്ലെ, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ആ സ്റ്റാൻഡേർഡ്സിൽ എന്താണ് സ്റ്റാൻഡേർഡ്സിന്റെ അടിയിൽ വരുന്നതാണ് മെഷറബിൾ എലമെന്റ്സ് അല്ലെ. സ്കോറും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത് അല്ലെ. സ്കോർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ മെഷറബിൾ എലമെന്റ്സ് കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. ഓർ സെക്ഷൻ, ചാപ്റ്റേഴ്സ്, സ്റ്റാൻഡേർഡ്സ്, മെഷറബിൾ എലമെന്റ്സ്. ഇത്രയും ഓർഡറുകൾ ഒന്ന് നോക്കാം. ഇനി ഇതെങ്ങനെയാണ് മെഷറബിൾ എലമെന്റ്സ്? അടിയിൽ നിന്ന് നിങ്ങളൊന്ന് പോയി നോക്കാം കേട്ടോ, താഴേന്ന് മേലേക്ക് ഒന്ന് പോയി നോക്കാം. മെഷറബിൾ എലമെന്റ്സിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ എന്തിന്റെ നമുക്ക് കിട്ടും? എന്തിന്റെയാണ് കിട്ടുന്നത്? സ്റ്റാൻഡേർഡ്സിന്റെ സ്കോർ കിട്ടുന്നു. ഓക്കെ, മെഷറബിൾ എലമെന്റ്സിന്റെ തൊട്ട് മുകളിലുള്ളത് എന്താ? സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലെ. മെഷറബിൾ എലമെന്റ്സിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ്സിന്റെ സ്കോർ കിട്ടും. സ്റ്റാൻഡേർഡ്സിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാപ്റ്റേഴ്സിന്റെ സ്കോർ കിട്ടും. ഓരോ ചാപ്റ്റേഴ്സിന്റെയും ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഓവറോൾ ആയിട്ടുള്ള സ്കോർ നമുക്ക് ലഭിക്കും. കിട്ടിയോ? മനസ്സിലായോ? ഡൗട്ട് വന്നോ? അടിയിൽ നിന്ന് മേലേക്ക് പോയി നോക്കാം, ഇത് കിട്ടുന്നുണ്ട്. ഓക്കെ, എന്താണ് മെഷറബിൾ എലമെന്റ്സിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്നും വരാറില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മെഷറബിൾ എലമെന്റ്സിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ്സിന്റെ സ്കോർ കിട്ടും. സ്റ്റാൻഡേർഡ്സിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാപ്റ്റേഴ്സിന്റെ സ്കോർ കിട്ടും. ചാപ്റ്റേഴ്സിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഓവറോൾ ആയിട്ടുള്ള സ്കോർ നമുക്ക് ലഭിക്കും. ഓക്കെ, ഇനി നോക്കിയേ, സ്കോറിംഗ് സർവേ റിസൾട്ട്. ഈച്ച് മെഷറബിൾ എലമെന്റ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് PME. ഓക്കെ, മെഷറബിൾ എലമെന്റ് ഈസ് സ്കോർഡ്. എങ്ങനെയാണ് മെഷറബിൾ എലമെന്റിനെ സ്കോർ ചെയ്യുന്നത്? മെറ്റ് 10, പാർഷ്യലി മെറ്റ് 5, നോട്ട് മെറ്റ് 0. എന്താണ് ഫുള്ള് മെഷറബിൾ എലമെന്റ്സ് കറക്റ്റ് ആയിട്ട് പാലിച്ചെങ്കിൽ മാത്രമാണ് 10 സ്കോർ കിട്ടുന്നത്. പാർഷ്യലി പകുതിയാണെങ്കിലോ 5 ആണ്. അതുപോലെ തന്നെ നോട്ട് മെറ്റ് ആണെങ്കിൽ 0. ഓക്കെ, all standards are averaged to obtain the score of the chapter. എന്താണ് എല്ലാ സ്റ്റാൻഡേർഡ്സിന്റെയും ആവറേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാപ്റ്റേഴ്സിന്റെ സ്കോർ കിട്ടുന്നു. ഓക്കെ, താഴേന്ന് മേലേക്ക് പോയി നോക്കാം കേട്ടോ, കണക്ട് ചെയ്ത് നോക്കാം. ഇനി എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ആവറേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവറോൾ ആയിട്ടുള്ള സ്കോർ കിട്ടുന്നു. All chapters are averaged to obtain the overall score. എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ആവറേജ് എടുത്തു കഴിയുമ്പോൾ ഓവറോൾ ആയിട്ടുള്ള സ്കോർ നമുക്ക് ലഭിക്കും. അശ്വയ്ക്ക് കൺഫ്യൂഷൻ ആയോ? വായിച്ചു നോക്കാം കേട്ടോ.
ഇത് ഇത്ര പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞു എഴുതുക. ഡെനിസ് കൃത്യമായിട്ട് വായിച്ചു നോക്കാട്ടോ, ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഭാഗം എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓറടിച്ചു തുടങ്ങിയാൽ നമുക്ക് ഓറടിച്ചോ? ഓക്കെ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് പ്രൊവൈഡേഴ്സ്. ഓക്കെ, NABH അല്ലെ, ലാബിന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് പഠിച്ചു വെക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. കുറെ ഒരു നീണ്ട ഒരു എക്സ്പാൻഡ് ഫോം ആണല്ലേ, അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. The NAB standards are reformed every 4 years, and now the hospital implements with the edition standards April 2020. JCIയുടെ സ്റ്റാൻഡേർഡ്സ് റീഎക്സാമിൻ ചെയ്യുന്നത് എത്ര ഇയേഴ്സ് കൂടുമ്പോഴാണ്? ഓർമ്മയുണ്ടോ? JCI 3 years കൂടുമ്പോ. നാബിന്റെ എങ്ങനെയാ, എത്ര വരും? Every 4 years ഉള്ളത് അണ്ടർലൈൻ ചെയ്യാം. നാബിന്റെ സ്റ്റാൻഡേർഡ്സ് പുനഃപരിശോധിക്കുന്നത് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തുന്നത് എപ്പോഴാണ്? Every 4 years കൂടുമ്പോഴാണ്. Now the hospital implements the 5th edition standards April 2020. NAB standards covers the patient safety and the quality of the delivery of the services by the hospital in a changing healthcare environment. NAB is given by an autonomous body set up by the government of India, known as QCI, Quality Council of India, which is the standard rating board for India. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് നാബിന്റെ ഇത് സ്റ്റാൻഡേർഡ്സുകൾ റിഫോം ചെയ്യുന്നത് എന്നാണ്. Every 4 years കൂടുമ്പോഴാണ്. ഇപ്പോ നിലവിൽ നടപ്പിലാക്കിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് നാബിന്റെ 5th എഡിഷൻ April 2020 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ നാബിന്റെ സ്റ്റാൻഡേർഡ്സുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, എന്തിലൊക്കെയാണെന്നാ പറയുന്നത്? പേഷ്യന്റ് സേഫ്റ്റി, സുരക്ഷയോട് കൂടിയിട്ടും ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സർവീസ് ഡെലിവറി ചെയ്യുന്നതിലാണ് നാബിന്റെ സ്റ്റാൻഡേർഡ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നാബ് എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് ബോഡിയാണ് അല്ലെ, സ്വയംഭരണ സ്ഥാപനമാണ്. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്.
അതുപോലെ തന്നെ യൂണിറ്റി ഓഫ് കൗൺസിൽ, ഈ ഇന്ത്യയിലെ യൂണിറ്റി ഓഫ് കൗൺസിൽ QCI എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഈ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന നമ്മുടെ സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് നാബ് എന്ന് പറയുന്നത്. ഓക്കെ, QCIയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇപ്പൊ നാബ് അതിന്റെ സ്റ്റാൻഡേർഡ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് പേഷ്യന്റ് സേഫ്റ്റിയും അതുപോലെ തന്നെ ക്വാളിറ്റിയിലുമാണ്. ക്വാളിറ്റി ഓഫ് സർവീസ്, തരത്തിലുള്ള സർവീസ് ഡെലിവറി ചെയ്യുന്നതിലുമാണ് നാബിന്റെ സ്റ്റാൻഡേർഡ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നാബ് എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് ബോഡിയാണ്. നമ്മുടെ എന്താണ് ഈ QCI എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന എന്താണ് സ്വയംഭരണ സ്ഥാപനമാണ് എന്ത് നാബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് നാബ് മെയിൻലി ഡിവൈഡ്സ് hospital into two main divisions, HCOയും SHCOയും. എന്താണ് SHCO എന്ന് പറഞ്ഞാല് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഫോം പഠിക്കാട്ടോ, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഇനി എന്താണ് സ്മോൾ ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാല് വിച്ച് ലെസ് ദാൻ 50 beds, അതായത് 50 ബെഡ്സിൽ കുറവുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മള് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അപ്പൊ HCO എന്ന് പറഞ്ഞാലോ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 50 ബെഡ്സ്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാല് 50 ബെഡ്സിൽ കൂടുതലുള്ള ഹോസ്പിറ്റലുകളെ നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്, HCO. ഇതാണ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നോക്കാം, NAPH ഗൈഡ് ബുക്ക് ഓർ സ്റ്റാൻഡേർഡ്സ് ഹാസ് 10 chapters with 100 standards and 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. അപ്പൊ നാബിന് എന്താണ്, നാബിന്റെ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാല് 10 ആണ്. നമ്മൾ അടുത്തതിൽ പഠിക്കും, അടുത്ത പോർഷനിൽ പഠിക്കും. 10 chapters ഉണ്ട്, 100 standards ഉണ്ട്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. ഓർത്ത് വെക്കാട്ടോ, ചോദിക്കാറുണ്ട്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി JCIയുടെ എത്രയാണ് നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് എലമെന്റ്സും ഓർമ്മയുണ്ടോ? എത്ര സ്റ്റാൻഡേർഡ്സ് ഉണ്ട് പഠിച്ചില്ലേ നമ്മള്? 285 ട്ടോ. 285 1160 മെഷറബിൾ എലമെന്റ്സ് ആണ്. ഓക്കെ, ഇത് ഇത്ര വെച്ച് നിർത്താം, ബോറടിക്കുന്നുണ്ട് അല്ലെ? ഇത്ര വെച്ച് നിർത്താം, ടൈം ആയിട്ടുണ്ട്. ഇത്ര വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് എലമെന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഫ്രൈഡേ നമുക്ക് നോക്കാം. ഓക്കെ, നാബ് അതുപോലെ തന്നെ നമ്മള് നാബിനെ ഹോസ്പിറ്റൽസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, 2 കാറ്റഗറീസ് ആയിട്ട്. അപ്പൊ ഒന്ന് നോക്കാം. അതുപോലെ തന്നെ അതിന്റെ ചാപ്റ്റേഴ്സ്, സ്റ്റാൻഡേർഡ്സ്, ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എത്ര എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ട് വരച്ചു നോക്കാം. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല, ക്ലിയർ ആണോ ഇത്ര വരെ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.